ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ പിക്സൽ GTV. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക്. എൻ്റെ സൗണ്ട് ഒന്ന് പോയിട്ടുണ്ട് ഗൈസ്. എനിക്ക് നല്ല പനി വന്ന ഒരു സമയമുണ്ടായിരുന്നു. പനി ഇപ്പോഴും ഉണ്ട്, ബട്ട് പനിക്ക് നല്ല കുറവുണ്ട്. സൗണ്ടിന് നല്ല കൂടിയ പനിയും കിട്ടിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുക എന്നതാണ് ഡോക്ടറിൻ്റെ ഒരു നിഗമനം. അത് കാരണമാണ് എനിക്ക് പനി വന്നതെന്ന് ഈ തൊണ്ടവേദനയും പ്രശ്നമുണ്ടായതെന്ന് ഡോക്ടറിന്. പിന്നെ ഗൈസ്, നമ്മുടെ ഇൻറ്റീരിയർ വർക്കെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ആയിട്ട് കുറേ പരിപാടി, നമ്മുടെ ഫർണസും കാര്യങ്ങളും, ഇപ്പം ഫർണസും സ്റ്റോൺ കട്ടറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പുറത്ത് ക്രാഫ്റ്റ് ടേബിളാണ് വെച്ചേക്കുന്നത്. ഇതോടനെ അൺവീൽ വെക്കുന്നതായിരിക്കും, തൽക്കാലത്തേക്ക് ഇപ്പോൾ വെക്കുന്നില്ല. പിന്നെ ഗൈസ്, ഇത് കണ്ടോ ഗൈസ്, ഡയമണ്ട് ഗൈസ്. എവിടെ നിന്ന് കിട്ടി ഡയമണ്ട് നിങ്ങൾക്ക് കാണാം. നമ്മുടെ എത്ര 13 അല്ല ഗൈസ്, 16 ഡയമണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ഈ നമ്മുടെ ഡയമണ്ട് എങ്ങനെ കിട്ടിയെന്നുള്ളൊരു ചെറിയൊരു ക്ലിപ്പ് ഇപ്പോൾ കാണിച്ചു തരാം. 4 ഡയമണ്ട് പൊട്ടിക്കാം. താഴോട്ട് കുറേ ഡയമണ്ട് ആയിരിക്കട്ടെ. ഫസ്റ്റ് ഡയമണ്ട് പൊട്ടിക്കാൻ പോകുന്നു. ഓ മൈ ഗോഡ്, ഫസ്റ്റ് ഡയമണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ഡയമണ്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിത് ഡയമണ്ട് ആർമറായിരിക്കും. ഓക്കെ, ഇവിടെ അത്രേ ഉള്ളെന്ന് തോന്നുന്നു. ഓക്കെ, ഇത്രേ ഉള്ളു, 4 ഡയമണ്ട്. ഞാൻ ഡയമണ്ട് ആർമർ എന്തുകൊണ്ട് ട്രേഡ് ചെയ്തെടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. എനിക്ക് അത്ര നെതറിൽ പോകണം. ഓക്കെ, ഇവിടെ ഇനിയുണ്ട്. ഇനിയുണ്ട്. ഞാൻ ഉടനെ പൊടിച്ചോ ഗൈസ്. ഇത്രയുള്ളൂ. ഇനിയുണ്ട്. 10 ഡയമണ്ട് ഗൈസ്. ആ ക്ലിപ്പ് ഞാൻ ഡയമണ്ട് ആർമർ ഒപ്പിക്കുക എന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഈ എപ്പിസോഡ് ഡയമണ്ട് ആർമർ ഫുൾ സെറ്റ് ആക്കാമെന്ന് പറഞ്ഞെടുത്തതാണ്. എടുത്തിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഡയമണ്ട് ഫുള്ള് കിട്ടിയില്ല. കുറേ മൈൻ ചെയ്തു, എന്നിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഇത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു, ട്രേഡിങ് വഴി. കാരണം നമ്മൾ നെതറൈറ്റൊക്കെ ആക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പം നെതറൈറ്റ് ആക്കാനുള്ള ഇതായതുകൊണ്ട് നമ്മൾ ഡയമണ്ട് ആവശ്യമില്ല, യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്ന 16 നിന്ന് 3 ഡയമണ്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് അതിനൊരു പിക്കാക്സ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പോർട്ടൽ, പിന്നെ നമ്മൾ ലാവ വെച്ച് ചെയ്യാൻ പോണില്ല. ലാവ എനിക്ക് അപ്പടെ ഒന്നേ കിട്ടിയുള്ളൂ. നമ്മുടെ അപ്പുറത്തിൽ അയൺ ഫാമിൽ അത് ഒഴിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് നമ്മുടെ റൂണ്ട് പോർട്ടൽ അങ്ങനെ എന്തോ ആണ് പേര്, അങ്ങനെ എന്തോ ആണ്. ഓക്കെ, നമുക്കിത് വെച്ചിട്ട് 3 മാത്രം എടുക്കാം. 1 2 3. ഞങ്ങൾക്ക് കുറച്ച് വടി വേണം. 1 2 3. 2 2 മതിയല്ലേ? ബാക്കി 2 മാത്രമായിട്ട് എടുത്തത്. ഓക്കെ, ഇനി പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അവിടെ പോയി പൊട്ടിക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നിറച്ച് ഞാൻ ഇതേപോലെ പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ ചെറിയൊരു ഡീറ്റെയിലിങ് സംഭവം ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് കാണിച്ചു തരാം. ഈ വഴി പോയിട്ട് നേരെ പോകുമ്പോൾ ഒരു നോർമൽ പാത്ത്, പിന്നെ പോകുമ്പോൾ നമ്മുടെ മൈനിങ് ഏരിയയുടെ രീതിയിലുള്ളൊരു പാത്ത് കണ്ട. സ്റ്റോണില്ല, കോബിൾ സ്റ്റോണും ബ്രിക്കും, പിന്നെ നമ്മുടെ ടഫ് ബ്ലോക്കിൻ്റെ ബ്രിക്കൊക്കെ സെറ്റാക്കി. ഇവിടെ പിന്നെ താഴോട്ട് ഫുള്ള് നമ്മൾ ഈ ഡീഫ്ലേറ്റിൻ്റെ ഒരു സ്റ്റെയർ കേസ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഏറ്റവും അടി വരെ പോകുന്നതായിരിക്കും. ഞാൻ ഈ വഴിയാണ് നമ്മുടെ ഡയമണ്ട് മൈനിങ്ങിനൊക്കെ പോണത്. പിന്നെ നമ്മുടെ അയൺ ഫാർമിലോട്ട് പോക്കുവാണെങ്കിൽ അങ്ങോട്ട് എത്തിട്ടെ. ഒരു മിനിറ്റ്, എന്താണ് എത്താത്തത്? ഓക്കെ, എത്താൻ പോണ്. എത്തി കഴിഞ്ഞു. ഓക്കെ, ഇവിടെ പതിരുവാണെങ്കിൽ നമ്മുടെ ഇത്രയും ഡയമണ്ട് 1.5 2 സ്റ്റാക്ക് 3 സ്റ്റാക്ക് 3 കൂടെ നമുക്കുണ്ട്. നമ്മൾ കലക്കനായിട്ട് നമ്മുടെ അയൺ ഫാർം വർക്കാവുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ചെസ്റ്റിൽ ഈ ഒരു 3 രീതിയിലാണ് നമ്മുടെ അയൻകോളം വീഴുന്നത്. അതുകൊണ്ടാണ് ഓരോന്നിലും ഓരോ രീതിയിൽ അയൺ നിറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് സംസാരിച്ചിരിക്കാതെ നേരെ നമ്മുടെ ഡയമണ്ട് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം നെതർ പോർട്ടിൽ. ഇപ്പം നമുക്ക് ഈ ഒരു പംകിൻ എടുത്ത് വെച്ചിട്ട് നേരെ പോവാം. ഓക്കെ, നേരെ ഡയമണ്ട് പിക്കാക്സുമായിട്ട് നമുക്ക് ഒബ്സിഡിയൻ മൈനിങ്ങിന് പോവാം.
ഒബ്സിഡിയൻ പൊട്ടിച്ചെടുക്കുന്നു. നമ്മൾ നെതറിൽ പോകുന്നു. ഓക്കെ, അവിടെ ആയിട്ടൊരു പാലം കണ്ടോ ഗൈസ്, ഒരു കറുത്ത കളറിൽ. അത് ഒരു ഡിപ്ലൈറ്റ് അത് തന്നെ, ആ ഒരു ബ്ലോക്കിൻ്റെ പാലമാണ്. ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചാണ് സിക്സാക്കായിട്ട്. ഇവിടെ ഞാൻ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്നും പറഞ്ഞാണ് വെച്ചത്. പിന്നെ ഇവിടെ ഒരു പാലം ഇവിടെ വരെ എന്തെങ്കിലും സെറ്റാക്കി ഇതിനെന്തെങ്കിലും ഡിസൈനായിട്ട് എന്തെങ്കിലും ചെയ്യണം. നമ്മളിവിടെ എന്തെങ്കിലും ഉണ്ടെന്നും പറഞ്ഞാണ് ചെയ്തത്. ദേ കിടക്കുന്ന ഉള്ളതല്ല. നോക്കുക ഗൈസ്, ഇവിടെ നിറച്ച് മഞ്ഞ് മാത്രമേ ഉള്ളൂ. മഞ്ഞെന്ന് പറഞ്ഞാൽ കൊടും മഞ്ഞ്. നോക്കുക ഗൈസ്, എന്താണ് ഇത്രയും മഞ്ഞെന്ന് എനിക്കറിഞ്ഞൂടെ. ഇവിടെ നിറച്ച് മഞ്ഞാണ്. ഞാൻ എന്തിനോ വേണ്ടിയാണ് ഈ മഞ്ഞത്ത് കൊണ്ട് ഇത്രയും വലിയ പാലം ഉണ്ടാക്കിച്ചത്. ഈ പാലത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പോകാൻ പറ്റും. അത് എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാം. എന്നാലും ഓക്കെ, നോക്കിയാലും നമ്മുടെ സാധനത്തിൻ്റെ പണി തുടങ്ങാം. വേണ്ട, ഇത് പൊട്ടിച്ചിട്ടാണ് നമ്മളിന്ന് നെതറിൽ പോകാൻ പോണത്. എന്തായാലും ഫസ്റ്റ് ബ്ലോക്ക് എന്തായാലും പൊട്ടിക്കാം. അയ്യോ, പൊടിച്ച സാധനം മാറിപ്പോയി. ഓക്കെ, ഇനി ഇങ്ങനെ കറക്റ്റായിട്ട് പൊട്ടിക്കാം. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ പൊട്ടിക്കുന്നു. പൊട്ടും. ഗൈസ്, നമ്മൾ ഫസ്റ്റത്തെ പൊട്ടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പൊട്ടിക്കുന്നു. 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, നമ്മുടെ 10 സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കിടന്നുറങ്ങാം. ഇവിടെ ഇരുട്ടായി, ഫുള്ള് ഇരുട്ടായതുകൊണ്ട് നമുക്ക് ഇനി കിടന്നുറങ്ങിയിട്ട് നാളെ നമ്മുടെ നമ്മുടെ നെതറിൽ പോകാം. ഓക്കെ, നമുക്കിനി നമ്മൾ രാവിലെ ആക്കിയിട്ടുണ്ട്. നേരെ വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ എല്ലാം എടുത്ത് നമ്മുടെ ചെസ്റ്റിലൊന്നും ആദ്യം വെക്കട്ടെ. നമ്മുടെ കയ്യിലുള്ള ബ്ലോക്ക് എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് എടുത്ത് വെക്കണം. ഇങ്ങനെ എടുത്ത് വെക്കാം. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന അയൺ പിക്കാക്സ് എടുത്ത് ചെസ്റ്റിൽ വെക്കാം. ഓക്കെ, ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീലാണ്. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വെക്കാനായിട്ട് നമ്മുടെ പെട്ടിക്കകത്ത് ബാഗി വെച്ചാൽ നമ്മുടെ പെട്ടിക്കകത്ത് ഒരെണ്ണം പോലും ഇല്ല. അതുകൊണ്ട് നമ്മൾ നേരെ പോയി നമ്മുടെ ഇരിക്കുന്ന ഫ്ലിൻ്റ് എടുക്കണം. ഓക്കെ, ഒരു ഫ്ലിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത് അയൺ എടുക്കണം. അയൺ എടുത്തിട്ടുണ്ട്. എന്താ അങ്ങനെ ഇരിക്കുന്ന ഇപ്പുറത്തിരി ഓക്കെ ഇരുന്ന്. ഓക്കെ, നമുക്കിനി ഇൻവെൻ്ററി കയറി നമ്മുടെ സാധനം എടുത്ത് ഓക്കെ അത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനി 4 ഡേറ്റ് എന്താ വേണ്ടേ? ഓക്കെ, 4 ഡേറ്റ്. കാരണം 10 എന്തോ ഇല്ല വേണ്ട. അങ്ങനെ എന്തോ കണക്ക് 12 ആവുന്നതല്ല. ഓക്കെ, നമുക്കിനി എന്തായാലും ഉണ്ടാക്കാം. വെറുതെ കണക്ക് പറഞ്ഞ് സമയം കളയണ്ട. ഇവിടെ ഒരെണ്ണം വെക്കുക. പിന്നെ ഇതിൻ്റെ മണ്ട അല്ല നേരെ താഴെ കുഴിച്ച് ഇങ്ങനെ കുറേ നാളെ ബോട്ടിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആയിട്ടുള്ള ഒരിതാണ്. ഇടണം 3 അപ്പുറത്തെ ആടി 1, 2, 3. ഓക്കെ, ഇവിടെ ഒരു ഡയറക്റ്റ്, അപ്പുറത്തൊരു ഡയറക്റ്റ് ഇരുന്ന് ഇച്ചിരി ലാഗുണ്ട്. 1, 2. ഓക്കെ, ഇനി കത്തിക്കാം. കത്തിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഫസ്റ്റ് ടൈം നമ്മുടെ നെതറിൽ പോവാണ്. പിന്നെ ഗൈസ്, നമ്മുടെ ഫുഡൊക്കെ നല്ലോണം തീരുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഗെയിമിൽ കറങ്ങി നടക്കും. അപ്പോൾ അത് ക്യാറ്റ് വളരും പിന്നെയും നടും പിന്നെയും വളരും. അങ്ങനെയാണ് ഇപ്പോൾ 2 സ്റ്റാക്കി മേളിലുണ്ടാക്കിയത്. പക്ഷേ ഈ ഫുഡൊന്നും തികയാൻ പോണില്ല. പെട്ടെന്ന് ട്രൈഡിങ് ഫാം ഉണ്ടാക്കിയിട്ട് ഗോൾഡൻ ക്യാറ്റ് കൊണ്ടുപോയിരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. എന്താണ് ഓക്കെ, ഇന്നത്തെ വേസ്റ്റ് ആണല്ലോ. ഇവിടെ ക്ലോസ്ഡ് ആണ്. നമ്മളെവിടെ സ്പോണായത്? ഇത് സാധാ ഭയമാണെന്നോ? എന്തുവാ ഇങ്ങനെ ചോദിച്ച് എങ്ങോട്ടെങ്കിലും പോകും. ഇവിടുന്ന് നേരെ മേളോട്ട് പോകും. ഇങ്ങനെ പോകും. ഇത് ബെഡ്റൂം ടോപ്പിലാണ് ഞാൻ. ഇത് മറ്റേ റെഡ് ഒരു ഭയമാണ്. എനിക്ക് മനസ്സിലായി. കാരണം ഇതുണ്ട് ഈ ഒരു സംഭവം. നമ്മളിപ്പോൾ താഴെയാണോ പോണ്ട? ഈ സൈഡിൽ നിന്ന് കുഴിച്ചു തുടങ്ങാം. ഞാൻ വല്ല സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം.
ഗൈസ് നമ്മൾ ആ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ സ്പോണായി. ഇവിടെ ചെന്ന് എന്താ പ്രത്യേകം എനിക്കറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഒന്നുമില്ല. തോട്ടം കണ്ട് നമ്മൾ ഇറങ്ങും. ഇറങ്ങും ഫുള്ളി എയർ ബ്ലോക്ക് വെച്ചാൽ ഇങ്ങനെ ആകും. അല്ല ബോട്ട് വെച്ചിറങ്ങേണ്ടി വരും. ഇപ്പം തറ വീണാൽ മരിക്കാൻ സാധ്യത ഉണ്ടായിരുന്നൂടാ. നമ്മൾ അടുത്ത എപ്പിസോഡ് തന്നെ ആണെന്നില്ല. വരുന്ന എപ്പിസോഡിൽ എന്തായാലും നമ്മൾ എന്തുവാ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. ഓ മൈ ഗോഡ് സ്ഥലത്ത് എങ്ങോട്ട് കാണിച്ചതാ. ഓ നല്ല അടിപൊളി സോഡ് കിട്ടി. ഒരു ഗുണമില്ല, അത് ഗോൾഡ് സോഡ് കയ്യിരിക്കട്ടെ. മണ്ടന്മാരൊക്കെ ഇവിടെ തായ്മാർക്ക് വേണ്ടി ഒരു ഗോൾഡ് ഫാർം കൂടെ ഉണ്ടാക്കണം. പകുതി ഞാൻ പറയും, പകുതി എൻ്റെ സൗണ്ട് അങ്ങ് പോകും. ഹൈറ്റായ ഇല്ലെന്ന് തോന്നുന്നു. വീണ്ടൊക്കെ ലോടാ എത്ര ഓടാ ടൈം എത്രയായി നോക്കട്ടെ. ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്താ കാണിക്കാൻ മിസ് ചെയ്ത പോലെ നിൽക്കുന്നു. നോക്കട്ടെ. ഞാൻ ഓഫ് ക്യാമറ കുറേ കാര്യങ്ങൾ ചെയ്തില്ല. അതെ പംകിൻ. ഇവിടെ കുറച്ച് പമ്പിങ് സീഡ് നട്ട് വെച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കാണിക്കാം. ചുമ്മാ കാണിച്ചത്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതുവരെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും വീഡിയോസ് വരും, അതെല്ലാം കാണാൻ ശ്രമിക്കുക. മൈൻക്രാഫ്റ്റ് മാത്രമല്ല പല ഗെയിമിൻ്റെയും വീഡിയോ വരും. എനിക്ക് ഇഷ്ടമുള്ള വല്ല ഗെയിം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരും പറയുക, നമ്മൾ കളിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.